ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസത്തെ കുക്കിങ്ങും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് കല്ലുമ്മക്ക ഫ്രൈ ആണ് കേട്ടോ. നമുക്കിവിടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിന്ന് വൈകിട്ട് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടൊരു ഫ്രെയിം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മദീന മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാശ്മീരി ബാംഗിൾസ് കണ്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഒരു സെറ്റിന് 15 ദിർഹംസ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി പോയി കേക്കൊക്കെ കട്ട് ചെയ്തു. അവൾക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കൊടുത്തു. കുറച്ച് നേരം കത്തിയടിച്ചിരുന്നു, തിരിച്ചു പോന്നു. ഈ തവണ ഓർഡർ ചെയ്ത കേക്ക് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ക്ലൗഡ് കേക്ക് എന്നാണ് പേര്. കാണാനും നല്ലൊരു ഡിഫറെൻ്റ് ആയിരുന്നു. ചോക്ലേറ്റിൻ്റെയും ആൽമണ്ടിൻ്റെ ഒക്കെ ടേസ്റ്റ് മിക്സ് ആയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. പുറത്ത് കാണുമ്പോൾ നല്ല ഹാർഡും അകത്ത് നല്ല സോഫ്റ്റും. അങ്ങനെ കേക്കൊക്കെ പകുതിയോളം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോരുമ്പോഴത്തേനും. അപ്പോൾ ഇന്ന് കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാണ് കേട്ടോ. രാത്രി എനിക്ക് വാഴ 2 ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയ്ക്കും എന്തായാലും പോകണം. ആക്ച്വലി സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി, പക്ഷെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കുകളായിട്ട്. അങ്ങനെ നമ്മുടെ അൽസഹിയയിലാണ് പോയത് കേട്ടോ. വൈകിട്ടായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അതേപോലെ തന്നെ ഇമോഷണലും ആയിരുന്നു. നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയപ്പോൾ. ഞങ്ങൾ 2 സെറ്റായിട്ടാണ് ഇവിടുന്ന് സിനിമയ്ക്ക് പോവാറ്. ഇക്ക ആദ്യം പോവും, അത് കഴിഞ്ഞിട്ട് ഞാൻ പോവും. ഹാസിമ അങ്ങനെ അടങ്ങിയിരിക്കാറില്ല കേട്ടോ സിനിമയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ പിറ്റേ ദിവസം ലഞ്ച് ടൈമാണ് കേട്ടോ. എനിക്ക് നല്ല ഫ്രഷ് ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ ചാളയും അയിലൊക്കെ നല്ല ഫ്രഷുമാണ്. മാത്രമല്ല മീനിൻ്റെ മുട്ടയും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നന്നാക്കി ക്ലീൻ ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെച്ചു. മീനിൻ്റെ മുട്ടയൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പരിപ്പും കൂട്ടിയിട്ട് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അതൊന്ന് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കൂടെ ചെമ്പല്ലിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെമ്പല്ലി എനിക്കൊരു പണിയാണ് കേട്ടോ കിട്ടിയത്. കാരണം ശരിക്കുള്ള ചെമ്പല്ലി അല്ല, 15 ദിർഹംസിന് ഓഫറിന് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെമ്പല്ലി പോലെ തന്നെ ഇരിക്കും, പക്ഷേ ആ ഒരു ഫിഷ് അല്ല എന്നാണ് കേട്ടോ ഇക്ക പറഞ്ഞത്. കറി വെച്ചിട്ടും പ്രത്യേകിച്ച് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. തല മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കറി വെച്ചത്. ബാക്കിയെല്ലാം ഫ്രൈ ചെയ്യാനെടുത്തു. മത്തിയും അതേപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും ഓഫർ എന്നും പറഞ്ഞ് കിട്ടുന്ന മീറ്റ് കാര്യങ്ങൾ ഒരിക്കലും വാങ്ങിക്കരുത് കേട്ടോ. എന്നോട് പറയാറുണ്ട് വാങ്ങിക്കുക ചെയ്യരുതെന്ന്. ഇത് കുറച്ച് ദിവസങ്ങൾ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഉച്ചയ്ക്കല്ല, ഈവനിങ്ങിലാണ്. ഉച്ചയ്ക്ക് തലേദിവസത്തെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ്ങിലാണ് കിച്ചണിൽ വന്നതാണ്. 3 മണിക്കാണ് കേട്ടോ ഹാസിമിനെയും പ്ലേ സ്കൂളിലാക്കുന്നത്. അപ്പോൾ ഒരു 7 മണി വരെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. പിള്ളേരും കളിക്കാൻ പോവും. അതേപോലെ ഹംദാനാണെങ്കിൽ കരാട്ടെ ട്യൂഷനൊക്കെ ആയിട്ട് അവനും പോവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ അവർക്ക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പോപ്കോൺ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ മീൻകറിയിലേക്കൊക്കെ വേണ്ട ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഞാൻ കൂടുതലും മീൻകറി തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ തേങ്ങ എപ്പോഴും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു വെക്കും. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അരച്ചെടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. കാരണം ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് അടിക്കുമ്പോൾ പാല് പിരിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അതൊന്ന് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി ചതച്ചെടുക്കുന്നുണ്ട്. പാലക്കിന് വേണ്ടിയിട്ട് പരിപ്പ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുക്കറിലിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊരു പാനിലേക്ക് ഇട്ട് പച്ചമുളകും പാലക്കും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. പാലക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ച് കടുകും താളിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കും ചീരയും കറി റെഡിയാവും. അതേസമയം തന്നെ ഞാൻ കറി വെക്കാനുള്ള ചെറിയുള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയെല്ലാം വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. അറ്റ് എ ടൈം 2 പണിയും കൂടി അങ്ങനെ നടത്താണ് കേട്ടോ. പിള്ളേർക്ക് ചിക്കൻ പോപ്കോണും റെഡിയാക്കുന്നുണ്ട്. അല്ലെങ്കിൽ വരുമ്പോഴേ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. ഹാസിമാണെങ്കിലും പ്ലേ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും വേണം. കുറച്ച് നേരം അവരൊന്ന് TV കണ്ടിരിക്കും. എന്നിട്ടാണ് പിന്നെ പഠിക്കാനൊക്കെ ഇരിക്കുകയുള്ളൂ. ഹാസിമാണെങ്കിലും പ്ലേ സ്കൂളിൽ നിന്ന് വന്ന് കുറേ നേരം TV കണ്ടിരിക്കാറുണ്ട് കേട്ടോ.
പണ്ടത്തെ ടി വി കാണൽ വളരെ കുറവാണ്. ആളൊരു അരമണിക്കൂറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എണീറ്റ് ഓഫ് ചെയ്തോളും. പണ്ട് ഫുൾ ടൈം ടി വി കണ്ട് പാട്ട് കണ്ടിരിക്കലായിരുന്നു കേട്ടോ പരിപാടി. ഇപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി കാറൊക്കെ വെച്ചിട്ട് കുറേ നേരം തന്നെയാണെങ്കിലും ഇരുന്ന് കളിച്ചോളും. ബാൽക്കണിയിലൊക്കെ പോയിരുന്ന് കളിച്ചോളും. അങ്ങനെ മീൻകറിയുടെ സംഭവങ്ങളെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ പൊടികളിടാം. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കൂടുതൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പും പുളി ഇട്ടതിന് ശേഷം നമ്മുടെ തല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്പല്ലിയുടെ ടേസ്റ്റേ അല്ലായിരുന്നു കേട്ടോ. ഒരു റോ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് വലിയ വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് മീനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാനായിട്ട് അത്രയും പോരാട്ടോ. പക്ഷെ ഇക്കാക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതേത് മീനാണ്. ചെമ്പല്ലിയുടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫിഷ് ഉണ്ടെന്നാണ് കേട്ടോ ആള് പറഞ്ഞത്. അങ്ങനെ മീനും ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിന്നർ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് ഡ്രാഗൺ മാർട്ടിൽ പോവാണ്. ഹംദാൻ്റെ ബർത്ത്ഡേ മാർച്ചിലായിരുന്നു. അന്ന് അവനൊരു വണ്ടി എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും കയ്യോടെ എടുക്കാം. ഞാൻ പോകാനുള്ളൊരു പരിപാടിയേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹാസിം ഇക്കാളുടെ പോകാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചപ്പോൾ ഞാനും കൂടി ഇറങ്ങിയതാണ്. ഇവർ ഒറ്റയ്ക്ക് പോയി എടുക്കാന്നുള്ളതായിരുന്നു കേട്ടോ പ്ലാൻ. ഹാസിമിനെ കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കണമെന്നില്ല കേട്ടോ. ആളുടെ ഇഷ്ടത്തിന് തോന്നിയ സ്ഥലത്തേക്ക് പോവും. പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. മാത്രമല്ല ഡ്രാഗൺ മാർട്ടിൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഓരോ ഷോപ്പുകളും പല പല സ്ഥലങ്ങളിലായിട്ടാണ്. ഇപ്പോൾ വണ്ടിയുടെ ഷോപ്പുകളൊക്കെ ആണെങ്കിൽ തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് കേട്ടോ. പലതും പല ഏരിയയിലാണ്. അങ്ങനെ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആള് വിചാരിച്ച വണ്ടി അങ്ങനെ കിട്ടി സെറ്റായി. അവിടെ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകളും ക്രോക്കറി ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ കണ്ണിൽ പിടിച്ചത്. ഹാസിം ഉള്ളതുകൊണ്ട് തന്നെ മര്യാദക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഡ്രാഗൺ മാർട്ട് കുറച്ച് ദൂരെയാണ്. നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമല്ല. പോവുകയാണെങ്കിൽ ആരും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഒക്കെ പോകണം. എന്നാലാണ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് നടക്കാനൊക്കെ പറ്റുള്ളൂ. ഡ്രസ്സുകളുടെ ഒരുപാട് കളക്ഷൻ കണ്ടിട്ടാ. നല്ല ഡ്രസ് കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ല എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ബൈക്ക്. നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ അകത്തായതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടികളൊന്നും ഒട്ടും സേഫ് അല്ല കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളുടെ സൈക്കിളൊക്കെ. ഈവൻ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാൽ കൂടി സൈക്കിളൊക്കെ കുട്ടികൾ എടുത്തുകൊണ്ട് പോകും. ഇവരുടെ പ്രായത്തിൽ തന്നെയുള്ള മക്കളാണ് കേട്ടോ ഇതൊക്കെ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സൈക്കിൾ നമ്മുടെ മിസ്സായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് സൂംബയുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ സൂംബക്കൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ പാസ്ത ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് ഒന്നും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സൂംബ കഴിഞ്ഞ് നേരെ അൽഫലാജി പോയി വെജിറ്റബിൾസൊക്കെ വാങ്ങി വന്നതാണ്. ചിക്കൻ ഉണ്ടായിരുന്നു, അത് ബ്രസ്റ്റ് പീസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ചധികം പണിയുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് വന്ന ഉടനെ നല്ല വിശപ്പാണ്. എന്തെങ്കിലും എഗ്ഗോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ച് അല്ലെങ്കിൽ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഈ ഒരു പണിക്ക് നിൽക്കണം കേട്ടോ. ഞാനിതിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേനും സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം പാനിൽ ബട്ടറും ഓയിലും ആഡ് ചെയ്തിട്ട് ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മുടെ ക്യാരറ്റും ഒനിയനും എല്ലാം ചോപ്ഡ് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഇഷ്ടമുള്ള എല്ലാ വെജീസും ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ വേവ് പോലെ ഇട്ട് കൊടുക്കുക. പിന്നെ സ്വീറ്റ് കോൺ ഫ്രോസൺ ഉണ്ടായിരുന്നു. പിന്നെ മഷ്റൂം, ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഓയിലിൽ. ഒറിഗാനോ, പാപ്രിക്ക പൗഡർ, ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, സോൾട്ട്, പെപ്പർ ഇത്ര ആഡ് ചെയ്തിട്ട് ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനൊട്ടും വേവില്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെന്തുടഞ്ഞു പോവും. പിന്നെ കുറച്ച് ബ്രൊക്കോളി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാനൊരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. അല്ലെങ്കിൽ കുക്കായി കിട്ടാനായിട്ട് കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഭയങ്കരമായിട്ട് വെന്ത് പോവും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഹാഫ് കുക്ക് ചെയ്തിട്ട് ബ്രൊക്കോളി ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം വഴറ്റി ഫ്രൈ ചെയ്ത ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വൈറ്റ് സോസാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ബട്ടർ ആഡ് ചെയ്ത് അതിലേക്ക് 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് പാല് കുറേശ്ശെ ഒഴിച്ച് നല്ല തിക്കനാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, സോൾട്ട്, പെപ്പറൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് കുറച്ച് ചീസും ഇട്ട് കൊടുക്കാം.
അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ വൈറ്റ് സോസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഫ്രഷ് ക്രീമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡബിൾ ടേസ്റ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഇരട്ടി പണിയാണ്. വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കുമല്ലോ. പക്ഷെ വെർത്താണ് കേട്ടോ. ഇക്ക കൊടുത്തപ്പോൾ ഇക്ക പറഞ്ഞ കമൻ്റ് എന്ന് പറഞ്ഞാൽ നീ ഇത്രയും നാൾ ഉണ്ടാക്കിയതിലുള്ള ബെസ്റ്റ് പാസ്തയാണെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ കുറച്ച് സമയം എടുത്താലും വേണ്ടിയില്ല, ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോ, അടിപൊളിയാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ക്രീം ഡബിൾ ക്രീമോ അല്ലെങ്കിൽ തിക്ക് ക്രീമോ ഒക്കെ ആണെങ്കിൽ അത് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാൻ നോക്കാട്ടെ. ഫ്രഷ് ക്രീമാണ് പാസ്തയ്ക്ക് എപ്പോഴും ഡബിൾ ടേസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ വൈറ്റ് സോസും മിക്സ് ചെയ്തു. പിന്നെ ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഒന്നെങ്കിൽ വൈറ്റ് സോസിലേക്ക് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ പാസ്തയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ സംഭവം സെറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിശന്ന് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ വയറ് ആദ്യം നിറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കഴിക്കാനായിട്ട് അയക്കുക. റെഡി ആവണേ ഉള്ളൂ. ഹാസിമ എണീറ്റിരിപ്പുണ്ട്. ഹാസിമ കുറച്ച് ദിവസമായിട്ട് എണീറ്റ പാടെ കുടിക്കുന്നൊരു സംഭവമാണ് കേട്ടോ കോൾഡ് കോഫി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുടിച്ചാൽ കുറച്ച് നേരത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ആള് അതൊക്കെ കുടിച്ച് ടി വി കണ്ടിരിപ്പുണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റി പാസ്തയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും, നല്ല റിച്ചുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ജിമ്മിലോ എന്ത് വർക്കൗട്ടിനാണെങ്കിലും പോകുന്ന സമയത്ത് രാവിലെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ നല്ലത്. ഞാനൊന്നും കഴിക്കാറില്ല, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് ഇറങ്ങാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോയി വരുമ്പോൾ ഭയങ്കര ഒരു വിശപ്പ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ വർക്കൗട്ടിന് പോകുമ്പോൾ ഒരിക്കലും അങ്ങനെ കാല് വയറായിട്ട് പോകാൻ പാടില്ല, എന്തെങ്കിലും കഴിക്കാതെ പോകുന്നത് ശരിയല്ല കേട്ടോ. ഞാൻ ചില സമയങ്ങളിൽ ഓർക്കും, ചില സമയങ്ങളിൽ ഓർക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഒരു വിശപ്പായിരിക്കും. അപ്പോൾ ഇതൊരു ഫ്രൈഡേ ആണ് കേട്ടോ, പിറ്റേ ദിവസമാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും പാൽക്കൊഞ്ചും പിന്നെ ബുൾസയൊക്കെ ആയിരുന്നു. പാൽക്കൊഞ്ച് തലേ ദിവസം രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പാൽക്കൊഞ്ച് ഐഷാസ് കിച്ചൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്, ഒരുപാട് തവണ എൻ്റെ പേജിലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്ന വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ചിക്കൻ ഇൻ ബാർബിക്യൂ സോസാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മന്തി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ചിക്കൻ വിത്ത് സ്കിന്നോട് കൂടിയാണ് ഞാൻ വാങ്ങിയത്. സ്കിൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബാർബിക്യൂ സോസിനാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് പാപ്രിക്ക പൗഡർ, കാശ്മീരി പൗഡർ, ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, സോൾട്ട്, പെപ്പർ, ഒലിവ് ഓയിൽ എക്സ്ട്രാ എന്തായാലും ആഡ് ചെയ്യണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ആദ്യം ചെയ്യുന്നത്. കാരണം നമുക്ക് ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ഒരു ഹാഫ് കുക്ക് ആവുന്ന വരെ വെള്ളത്തിലിട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സോസ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം ആ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് സോയാ സോസാണ്. സോയാ സോസ്, ബ്രൗൺ ഷുഗർ, ആപ്പിൾ സിഡാർ വിനീഗർ, പിന്നെ മസ്റ്റാർഡ് സോസ്. ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ നമുക്ക് ചിക്കൻ ഇൻ ബാർബിക്യൂ സോസിന് വേണ്ട ഐറ്റംസ്. ഈ 4 ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലാസ്റ്റ് കുറച്ച് വൈറ്റ് സെസമി സീഡ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോട്ടലിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടമാവും. കാരണം നമ്മൾ ബ്രൗൺ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കുറച്ച് സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ബാർബിക്യൂ സോസിന് അല്ലെങ്കിലും ഒരു മധുരമാണല്ലോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്കിലേക്ക് ഞാൻ 1 കപ്പോളം സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ആപ്പിൾ സിഡാർ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 ടീസ്പൂണോളം മസ്റ്റാർഡ് സോസ് ഒഴിച്ചു കൊടുക്കുക. മസ്റ്റാർഡ് സോസ് ഒരുപാട് കൂടരുത് കേട്ടോ, പുളിയൊക്കെ കൂടി പോവും.
പിന്നെ ബ്രൗൺ ഷുഗർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ. പുളി മധുരവും ഉപ്പും എല്ലാം ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനൊരു സോസിന്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. നല്ല തിക്കായിട്ട് സോസ് പോലെ കുറുകി വരും. അതിനുശേഷം മാത്രം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഫത്തൂഷ് സാലഡ് ആക്കുന്നുണ്ട്. പിന്നെ പ്ലെയിൻ റൈസാണ് കേട്ടോ, ജീരക മസാല റൈസ് വെച്ചിട്ട്. ഗീ റൈസ് ഒന്നുമല്ല, പ്ലെയിൻ ആയിട്ട് റൈസ് കുക്ക് ചെയ്താണ് എടുക്കുന്നത്. ലഞ്ചിന് ഉണ്ടാവുമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ ആളൊരു 11:30 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പോകണമെന്നും പറഞ്ഞിട്ട് ധൃതി പിടിച്ച് പോയിട്ടുണ്ട്. ഇടിയപ്പമൊക്കെ കഴിച്ചിട്ട് ആള് പോയിട്ടുണ്ട്. പിള്ളേർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇക്കാക്ക് രാത്രി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സാലഡിന് വേണ്ടിയിട്ട് റാഡിഷ് വേണം. അപ്പോൾ റാഡിഷ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആപ്പിൾ നല്ല ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുത്താൽ മതി, അതേപോലെ കുക്കുംബറും. പിന്നെ ലെറ്റ്യൂസ് ആണ് കേട്ടോ ഈ ഒരു ഫത്തൂഷിന് വേണ്ടത്. പിന്നെ വേണ്ടത് കുബൂസ് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ വാങ്ങിക്കുന്ന കുബൂസ് നല്ല ചെറിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പപ്പടത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ആക്കി എടുക്കണം. പക്ഷെ ഞാൻ കുബൂസ് വാങ്ങിയിട്ടില്ല, ഞാൻ വെജിറ്റബിൾസ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ലെറ്റ്യൂസും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ആപ്പിളും റാഡിഷും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഫത്തൂഷിലേക്ക് വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ട് കേട്ടോ. അത് നമുക്കിവിടെ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ മാതള നാരങ്ങ ഉണ്ടല്ലോ, അനാറ്, അതിൻ്റെ ഒരു സോസാണ്. കുറച്ച് പുളിയൊക്കെ ഉള്ള ഒരു സോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിന് കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓഫറിൽ ചെറിയൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഈ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാലഡാണ് ഫത്തൂഷ്. അപ്പോൾ അതെന്തായാലും വീട്ടിൽ സോസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഇതിനു മുമ്പ് 2 തവണ ഞാൻ ഈ ഒരു സോസ് സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര വലിയ ബോട്ടിലായിരുന്നു കേട്ടോ. നമുക്കതിൻ്റെ ഒരു ആവശ്യമില്ല. മാത്രമല്ല ഒരു 25-30 ദിർഹംസ് അതിൻ്റെ അടുത്ത് റേറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചെറിയൊരു ബോട്ടിൽ മതിയാവും. നമ്മൾ വല്ലപ്പോഴും ആണല്ലോ ഇങ്ങനത്തെ ഒരു സാലഡൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്, വല്ലപ്പോഴും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോട്ടിൽ ഓഫറിന് കണ്ടപ്പോൾ കയ്യോടെ വാങ്ങി കയ്യോടെ ഉണ്ടാക്കി ട്രൈ ചെയ്തതാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. ആ ഒരു സോസാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അല്ലാതെ റാഡിഷോ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് റാഡിഷിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, ഒരു ചെറിയൊരു കുത്തലുണ്ടാവും നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഈ സോസ് ഒഴിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഇല്ല കേട്ടോ. എല്ലാ വെജിറ്റബിൾസും ഭയങ്കര ഈസി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഈ സാലഡിന് നല്ല പുളി ഉള്ളതുകൊണ്ട് തന്നെ ഹംദാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ലൈഫിൽ കഴിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ലെറ്റ്യൂസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.